7 ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രാഫിക് ഡിസൈനിലെ തേർഡ് ചാപ്റ്റർ പ്രപ്പോർഷൻ ഓർ സ്കെയിൽ. നമ്മൾ ചെയ്യുന്ന ഡിസൈനിലെ എലമെൻറ്റുകളുടെ വലിപ്പവും ആഴവും അതുകൂടാതെ ഇവ തമ്മിൽ എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു, ഇതൊക്കെയാണ് പ്രപ്പോർഷൻ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതായത് ഒരു എലമെൻറ്റ് മറ്റെലമെൻറ്റിൽ നിന്നും എത്രത്തോളം വലിപ്പത്തിൽ വ്യത്യാസമുണ്ട് എന്ന്. സാധാരണഗതിയിൽ സൈസ് കൂടുതലുള്ള എലമെൻറ്റിനാണ് കൂടുതൽ ഹൈറാർക്കി ഉണ്ടാവുക. അതേസമയം നമുക്ക് കളറും കോൺട്രാസ്റ്റും യൂസ് ചെയ്ത് ചെറിയ സൈസിലുള്ള എലമെൻറ്റിനും കൂടുതൽ പ്രയോറിറ്റി അല്ലെങ്കിൽ ഹൈറാർക്കി കൊടുക്കാനും സാധിക്കും. അതുമാത്രമല്ല, നമ്മളുടെ ഡിസൈനെ ഒരു യൂസർ നോക്കുമ്പോൾ അതിനെ ഒറ്റയടിക്കൊരു വലിയ സെറ്റ് ഓഫ് ഇൻഫർമേഷൻ എന്നുള്ളതിൽ നിന്നും മാറി ചെറിയ ചെറിയ മൊഡ്യൂൾസ് അല്ലെങ്കിൽ സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്ത് ഗ്രാസ്പ് ചെയ്യാൻ ഇത് യൂസറിനെ ഹെൽപ്പ് ചെയ്യുന്നു. ഇത് യൂസറിൻ്റെ ബ്രെയിൻ്റെ എഫർട്ട് കുറയ്ക്കുകയും ആവശ്യമുള്ള കണ്ടൻറ്റ് ഈസിലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ യൂസറിനെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത ആ ഡിസൈനിൽ പ്രപ്പോർഷൻ അല്ലെങ്കിൽ സ്കെയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് എങ്ങനെ അതിനെ ബെറ്റർ ആക്കാം അല്ലെങ്കിൽ എങ്ങനെ ബെറ്റർ ഹൈറാർക്കി ക്രിയേറ്റ് ചെയ്യാം എന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വരുത്തേണ്ടതായിട്ടുള്ള ചേഞ്ചസ് എന്തൊക്കെയാണ്? ആദ്യം നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത് ദിവാലി ധമാക്ക സെയിൽ എന്ന് പറയുന്ന ആ ഒരു ടൈറ്റിലിൻ്റെ ഫോൺ സൈസാണ്. അത് മൂന്നും സെയിം ഫോൺ സൈസിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ അതിൽ കോൺട്രാസ്റ്റ് കുറച്ച് കുറവാണ്. നമ്മൾ കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, എന്നാലും അതിൻ്റെ ഫോൺ സൈസ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി ഒരു കോൺട്രാസ്റ്റ് അവിടെ കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. അതിനുശേഷം ആ ഡേറ്റിൻ്റെ ഫോൺ സൈസ് ഒന്ന് നമുക്ക് ചെറുതാക്കാം. കാരണം ദിവാലി ധമാക്ക സെയിൽസിൻ്റെ തൊട്ടടിയിൽ തന്നെയായിട്ടാണ് നമ്മളത് വച്ചേക്കുന്നത്. അപ്പോൾ ആൾക്കാരത് നോക്കി വരുമ്പോൾ എന്തായാലും ഡേറ്റ് കണ്ടോളും, അല്ലാതെ ഒറ്റ നോട്ടത്തിൽ ഡേറ്റ് കാണേണ്ട ആവശ്യമില്ല. പക്ഷേ അതേസമയം ഒറ്റ നോട്ടത്തിൽ നമ്മൾ കാണേണ്ടതായിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ് അപ് ടു 80% ഓഫ് എന്ന് പറയുന്ന അവരുടെ മെയിൻ അട്രാക്ഷൻ പോയിന്റ്. അപ്പോൾ നമ്മൾ അതിൻ്റെ സൈസ് കൂട്ടിയിടണം. അതിൻ്റെ ഉള്ളിൽ 80% ഓഫ് എന്നുള്ളത് പെട്ടെന്ന് കാണുന്ന രീതിയിലായിരിക്കണം നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ ആ മെസ്സേജസ് രണ്ടെണ്ണത്തിൻ്റെയും സൈസും ചേഞ്ച് ചെയ്യണം. കാരണം അത് നോക്കി മനസ്സിലാക്കേണ്ട ഒന്നാണ്, നമ്മുടെ ഒറ്റ നോട്ടത്തിൽ ശ്രദ്ധ പോകേണ്ട ഒരു കാര്യമല്ല. അങ്ങനെ ഇത്രയും കാര്യങ്ങൾക്ക് ചേഞ്ച് വരുത്തിയതിന് ശേഷം നമുക്ക് ഈ രീതിയിലൊരു ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൽ ദിവാലി ധമാക്ക സെയിൽ എന്നുള്ളതിന് ധമാക്കയുടെ സൈസ് മാത്രം ഞാൻ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. എന്തിനും ധമാക്കയുടെ സൈസ് മാത്രം ഇൻക്രീസ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ദിവാലിയുടെയും സെയിൽസിൻ്റെയും ഫോൺ സൈസ് ഏകദേശം സിമിലർ ആണ്. അവിടെ ധമാക്കയുടെ സൈസ് വലുതായിട്ട് വരുമ്പോൾ ഒരു എക്സ്ട്രാ കോൺട്രാസ്റ്റ് അവിടെ ഫോം ചെയ്യുകയും ശ്രദ്ധ അങ്ങടേക്ക് തിരിയുകയും ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ ആൾക്കാർ ആദ്യം തന്നെ ദിവാലി ധമാക്ക സെയിൽസ് എന്നുള്ള കാര്യം അവിടെ വായിക്കും. ഈ ധമാക്കയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ ദിവാലിയോ അല്ലെങ്കിൽ സെയിൽസോ കൊടുക്കാമായിരുന്നു. പക്ഷേ രണ്ടിൻ്റെയും നടുക്ക് വരുന്നതുകൊണ്ടാണ് ഞാൻ ധമാക്കയുടെ സൈസ് ഇൻക്രീസ് ചെയ്തത്. കൂടാതെ ഡേറ്റിൻ്റെ സൈസും ഞാനിവിടെ ചെറുതാക്കി. ധമാക്ക സെയിൽസിൻ്റെ താഴെ കിടക്കുന്നതുകൊണ്ട് എന്തായാലും ആൾക്കാരത് വായിച്ചോളും. അതേപോലെ നമ്മുടെ ഡിസൈനിൽ ഏറ്റവും വലിയ ഫോൺ സൈസിൽ ഒന്നാണ് ഈ 80% ഓഫ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിസൈനിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യവും അത് തന്നെയായിട്ട് മാറിയിട്ടുണ്ട്. ഇതിൽ പറയുന്ന മെസ്സേജിൻ്റെ സൈസും ഞാൻ നേരത്തെ ഉള്ളതിൽ നിന്ന് ചെറുതാക്കിയിട്ടുണ്ട്. ലോഗോയുടെ സൈസ് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ ഓൾറെഡി ചെറുതാക്കി, അതായത് സൈസ് ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഇനി ഇതിൽ ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ ഇത്രയും ചേഞ്ചസ് വരുത്തിയതിന് ശേഷം ഈ ഒരു ഡിസൈനിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ ആദ്യം നിങ്ങളുടെ ഫോക്കസ് പോകുന്നത് ഏതൊക്കെ പോയിന്റിലേക്കാണ് അല്ലെങ്കിൽ ഏതൊക്കെ ഇൻഫർമേഷനിലേക്കാണെന്ന് ചെക്ക് ചെയ്യുക. നമ്മുടെ ഹൈറാർക്കി ലേഔട്ട് അനുസരിച്ച് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യത്തിലേക്ക് തന്നെയാണോ നമ്മുടെ ശ്രദ്ധ പോകുന്നത് എന്നുള്ളത് കൺഫേം ചെയ്യുക. നെക്സ്റ്റ് ഡിസൈൻ പ്രിൻസിപ്പിളായ കൺസിസ്റ്റൻസി എന്താണെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.